ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിലൊരു പരിപ്പ് കറി ഉണ്ടാക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലൊരു പരിപ്പ് കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് പരിപ്പ് വേവിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു സവോള, 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തെടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തെടുക്കുക. ഈ പരിപ്പ് നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഓറഞ്ച് കളർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു വിസിലാകുമ്പോഴേക്കും വെന്ത് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സാധാ പരിപ്പ് ഉപയോഗിച്ചിട്ടും ഈ പരിപ്പ് കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. തേങ്ങ നന്നായി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് ഒരു വിസിലടിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്തെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് തേങ്ങയിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പരിപ്പ് കറി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പരിപ്പ് കറിയിലേക്ക് നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ കടുക് ചേർത്തെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചുവന്നുള്ളി ചേർത്തെടുക്കുക. ഒപ്പം തന്നെ വേപ്പിലയും ഉണക്കമുളകും ചേർത്തെടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തെടുക്കുക. ജീരകമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വറവ് നമുക്ക് പരിപ്പ് കറിയിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടോടെ ഒരു സെർവിങ് ബൗളിലേക്ക് വിളമ്പാം. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിലൊരു പരിപ്പ് കറിയാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.